നമസ്കാരം. നയതന്ത്ര ബന്ധങ്ങളിൽ സഹായഹസ്തങ്ങൾ നീട്ടുന്നതും പ്രത്യുപകാരങ്ങൾ നൽകുന്നതും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമാണ്. 2023 തുർക്കിയിലുണ്ടായ വിനാശകരമായ ഭൂകമ്പ സമയത്ത് ലോക രാഷ്ട്രങ്ങളിൽ ഏറ്റവും വേഗത്തിൽ സഹായമെത്തിച്ച രാജ്യമായിരുന്നു ഭാരതം. ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകയായിരുന്നു. ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ NDRF സംഘങ്ങളെയും മെഡിക്കൽ സംഘത്തെയും ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും അടക്കം ഇന്ത്യ തുർക്കിയിലേക്ക് വിമാനമാർഗം അയച്ചു. ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്ത ആ ദുഷ്കരമായ സാഹചര്യത്തിൽ ഇന്ത്യ കാണിച്ച ഈ ആത്മാർത്ഥതയെ തുർക്കി അന്ന് പ്രകീർത്തിച്ചിരുന്നു. എന്നാൽ ഈ സഹായങ്ങൾക്ക് നന്ദി പറയുന്നതിന് പകരം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും സുരക്ഷാ വിഷയങ്ങളിലും പലപ്പോഴും ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാടാണ് തുർക്കി സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ തുർക്കി ആവർത്തിച്ചു. തങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ആദ്യം സഹായവുമായി എത്തിയ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ മാനിക്കുന്നതിന് പകരം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ് തുർക്കി ചെയ്തത്. ആഗോള ഇസ്ലാമിക നേതൃത്വം പിടിച്ചെടുക്കുവാനുള്ള തുർക്കി പ്രസിഡന്റ് എർഗോദന്റെ ശ്രമങ്ങളാണ് പാകിസ്ഥാനുമായുള്ള ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടിന് പിന്നിലെ പ്രധാന കാരണമെന്ന് നിരീക്ഷകർ കരുതുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കി പാകിസ്ഥാന് നൽകിയ സഹായങ്ങൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ല. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച ഡ്രോണുകളിൽ ഭൂരിഭാഗവും തുർക്കി നിർമ്മിതമായിരുന്നു. ഏകദേശം 350ഓളം തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഈ കാലയളവിൽ പാകിസ്ഥാൻ വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ 2 തുർക്കി സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുവാൻ തുർക്കി സൈനികർ നേരിട്ട് സഹായിച്ചിരുന്നു എന്നതിന്റെ തെളിവാണിത്. സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കെ തുർക്കിയുടെ C-130 ഹെർക്കുലിസ് വിമാനങ്ങൾ കറാച്ചിയിൽ ഇറങ്ങുകയും സൈനിക സാമഗ്രികൾ എത്തിക്കുകയും ചെയ്തു. എർദോഗന്റെ കാലത്ത് തുർക്കിയുടെ പാകിസ്ഥാനുമായുള്ള ബന്ധം വെറുമൊരു സൗഹൃദത്തിനുമപ്പുറം ഒരു ഇസ്ലാമിക അച്ചുതണ്ടായി മാറിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ UN പൊതുസഭയിൽ ഉൾപ്പെടെ കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ഏക രാജ്യം തുർക്കിയാണ്. മുസ്ലിം ലോകത്തിന്റെ നേതൃസ്ഥാനം സൗദി അറേബ്യയിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന തുർക്കിക്ക് പാകിസ്ഥാനെ പോലെ ഒരു ആണവ ശക്തിയുടെ പിന്തുണ അനിവാര്യമാണ്. തുർക്കിയുടെ ഈ ഇടപെടലുകളെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. തുർക്കി വാർത്താ ഏജൻസിയായ TRTയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. കൂടാതെ തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിലൂടെ തുർക്കി തങ്ങളുടെ വിശ്വാസ്യത തകർക്കുകയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. എന്നാൽ തുർക്കിക്കെതിരായ നടപടികൾ ഭാരതം അവസാനിപ്പിക്കുന്നില്ല. ഇന്ത്യയിലെ പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോയ്ക്ക് തുർക്കി ആസ്ഥാനമായുള്ള എയർലൈനുകളിൽ നിന്ന് വിമാനങ്ങൾ വാടകയ്ക്കെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി നീട്ടി നൽകില്ലെന്ന് വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ DGCA വ്യക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ തുർക്കി വിമാന കമ്പനികളിൽ നിന്ന് വെറ്റ് ലീസ് വ്യവസ്ഥയിലെടുത്ത വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി അടുത്ത മാർച്ച് മാസം വരെ മാത്രമായിരിക്കും പ്രാബല്യത്തിലുണ്ടാവുക. അതിനുശേഷം യാതൊരുവിധ കാലാവധി നീട്ടലും അനുവദിക്കില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തിങ്കളാഴ്ച അറിയിച്ചു. ഇതോടെ തുർക്കി എയർലൈനുകളുമായുള്ള ഇൻഡിഗോയുടെ സഹകരണം ഉടൻ അവസാനിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. തുർക്കി എയർലൈൻസിൽ നിന്ന് ഇൻഡിഗോ വാടകയ്ക്കെടുത്ത 2 ബോയിങ് 777 വിമാനങ്ങളുടെ ലീസ് കാലാവധി ഫെബ്രുവരി അവസാനത്തോടെ അവസാനിക്കും. ഈ വിമാനങ്ങളുടെ ലീസ് 6 മാസത്തേക്ക് കൂടി നീട്ടാൻ DGCA അനുമതി നൽകിയെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തകൾ തെറ്റാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇൻഡിഗോയുടെ അന്താരാഷ്ട്ര സർവീസുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ വലിയ വിമാനങ്ങളുടെ ലീസ് നീട്ടാത്തത് കമ്പനിയുടെ സർവീസുകളെ ബാധിച്ചേക്കാം. നിലവിൽ ഇൻഡിഗോയ്ക്ക് 7 വിമാനങ്ങളാണ് തുർക്കി ആസ്ഥാനമായുള്ള കമ്പനികളുമായി വെറ്റ് ലീസ് കരാറിലുള്ളത്. ഇതിൽ ക്വാറന്റൈൻ എയർലൈൻസിൽ നിന്നുള്ള 5 ബോയിങ് 737 വിമാനങ്ങൾ മാർച്ച് അവസാനം വരെ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ. വിമാനത്തോടൊപ്പം പൈലറ്റുമാരെയും മറ്റ് ജീവനക്കാരെയും വാടകയ്ക്കെടുക്കുന്ന രീതിയെയാണ് വെറ്റ് ലീസ് എന്ന് വിളിക്കുന്നത്. ഇൻഡിഗോയ്ക്ക് ഫ്രീബർഡ് എയർവേസ് എന്ന മറ്റൊരു തുർക്കി കമ്പനിയിൽ നിന്ന് 5 എയർബസ് A320 വിമാനങ്ങൾ കൂടി വാടകയ്ക്കെടുക്കുവാൻ നേരത്തെ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും അവ ഇതുവരെയും സർവീസിന്റെ ഭാഗമാക്കിയിട്ടില്ല. ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ മാറ്റങ്ങളും
ആഭ്യന്തര വ്യോമയാന മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻനിർത്തിയാണ് DGCA ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാലാവധി കഴിയുന്നതോടെ ഈ വിമാനങ്ങളെയെല്ലാം ഇന്ത്യയിൽ നിന്ന് മടക്കി അയക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.